നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ ട്രാഫിക് സിഗ്നലുകളിൽ വാഹനം നിർത്തുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് ഗതാഗത നിയമലംഘനമായി കണക്കാക്കും. നിയമലംഘകർക്ക് കനത്ത പിഴ ശിക്ഷയുണ്ടാകുമെന്ന് മേജർ മുഹമ്മദ് അൽ റാഫി. പുതിയ നിയമം പ്രാബല്യത്തിൽ വരിക ഏപ്രിൽ 22 മുതൽ. പാരീസ് ഉടമ്പടിയിൽ ഇന്ത്യയും ഫ്രാൻസും ഉറച്ചു നിൽക്കും. ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യയിൽ കൂടുതൽ ആണവ റിയാക്ടർ സ്ഥാപിക്കാനും ധാരണ. പ്രാരംഭ കരാർ ഒപ്പിട്ടു. മോദി ട്രംപ് കൂടിക്കാഴ്ച നാളെ. വന്യജീവി ആക്രമണം തടയാൻ കർമ്മ പദ്ധതിയുമായി വീണ്ടും വനം വകുപ്പ്. വന്യമൃഗങ്ങൾക്ക് വനത്തിൽ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കും. വനാതിർത്തിയിൽ സൗരോർജ്ജ വേലികൾ സ്ഥാപിക്കും. വയനാട് അട്ടമലയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച ബാലന്റെ മൃതദേഹം സംസ്കരിച്ചു. കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. വയനാട്ടിൽ നാളെ UDF ഹർത്താൽ. കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവ് സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി. യൂസർ ഫീ വരുമാനത്തിൽ നിന്ന് കിഫ്ബി വായ്പ തിരിച്ചടയ്ക്കാമെന്നും ബാധ്യത ഒഴിവാക്കാൻ കഴിയുമെന്നും പിണറായി വിജയൻ നിയമസഭയിൽ. കിഫ്ബി തറവാട് സ്വത്തല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിമർശനം യാഥാസ്ഥിതിക കാഴ്ചപ്പാടെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം സെമിയിൽ. ജമ്മുകാശ്മീരിനെ ക്വാർട്ടറിൽ മറികടന്നത് ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ മികവിൽ. കുവൈറ്റിൽ ട്രാഫിക് സിഗ്നലുകളിൽ വാഹനം നിർത്തുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നതും ഗതാഗത നിയമലംഘനമായി കണക്കാക്കുമെന്ന് മേജർ മുഹമ്മദ് അൽ റാഫി. വാഹനം സിഗ്നലുകളിൽ നിർത്തുമ്പോൾ മൊബൈൽ ഉപയോഗിക്കാമെന്നാണ് പലരും കരുതുന്നതെന്നും ഇത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ഗതാഗത നിയമപ്രകാരം വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഡ്രൈവർമാർക്ക് കനത്ത പിഴ ശിക്ഷയാണ് വ്യവസ്ഥ ചെയ്യുന്നത്. പുതിയ നിയമം ഏപ്രിൽ 22 മുതലാണ് പ്രാബല്യത്തിൽ വരിക. കുവൈറ്റിൽ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് ഡിസ്കൗണ്ട് നിരക്കിൽ പണം അടയ്ക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ലഭിക്കുന്ന വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. ഗതാഗത നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പിഴകൾ സാഹൽ ആപ്പ് വഴി മാത്രമാണ് അടയ്ക്കേണ്ടതുള്ളൂ എന്നും ഇത്തരം അജ്ഞാത വെബ്സൈറ്റുകളിൽ നിന്നോ പ്രാദേശിക അന്താരാഷ്ട്ര ഫോൺ നമ്പറുകളിൽ നിന്നോ ലഭിക്കുന്ന ടെക്സ്റ്റ് മെസ്സേജുകൾക്ക് പ്രതികരിക്കരുതെന്നും മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഇത്തരം സംശയാസ്പദമായ സന്ദേശങ്ങൾ ലഭിക്കുന്നവർ സാഹൽ ആപ്പിലെ സുരക്ഷാ സേവനം വഴി റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ പുഴുവിഭവങ്ങൾക്ക് വിലക്ക്. ആരോഗ്യ മന്ത്രാലയത്തിലെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അധികൃതരാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ വിവിധ ഇനം പ്രാണികളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് 2023 സാങ്കേതിക സമിതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ അധികൃതർ ആവർത്തിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിലെ അംഗീകൃത ചട്ടങ്ങൾക്കനുസൃതമായി ഹലാൽ ഭക്ഷണ പൊതു ആവശ്യകത നിയമപ്രകാരം ഭക്ഷണ ഉപയോഗത്തിനായി എല്ലാ ഇനം പ്രാണികളെയും പുഴുക്കളെയും ഉപയോഗിക്കുന്നത് നിരോധിക്കുന്നതായും ഇത്തരം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ രാജ്യത്ത് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. ചൈന, തായ്ലൻഡ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഭക്ഷണത്തിൽ വിവിധ ഇനം പ്രാണികളടങ്ങിയ പുഴുവിഭവങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിക നിയമപ്രകാരം വെട്ടുകിളി ഒഴികെയുള്ള പ്രാണികളെ ഭക്ഷിക്കുന്നത് നിഷിദ്ധമാണ്. കുവൈറ്റിലെ നിലവിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. ടയറുകളും വിൻഷീൽഡ് വൈപ്പറുകളും നല്ല നിലയിലാണെന്നും വേഗത കുറയ്ക്കണമെന്നും വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. വെള്ളപ്പൊക്കമുള്ള റോഡുകൾ ഒഴിവാക്കുക, വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കുക എന്നീ നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. അതോടൊപ്പം മണിക്കൂറിൽ 8 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റും ഇടയ്ക്കിടെ ഇടിമിന്നലോട് കൂടിയ മഴയും ഉണ്ടാകുമെന്നും ചില പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ കാലാവസ്ഥ മെച്ചപ്പെടുമെന്നും അറിയിപ്പുണ്ട്. ജിദ്ദ പാലക്കാട് ജില്ലാ KMCC ഫെബ്രുവരി 14 ലീഡേഴ്സ് ഗോ എന്ന പേരിൽ ജിദ്ദ ഹരാസത്ത് അൽ ബുർജ് വില്ലയിൽ ഏകദിന ലീഡേഴ്സ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. സെപ്റ്റംബർ 26, 27 തീയതികളിൽ പാലക്കാട് കോട്ടമൈതാനിയിൽ വെച്ച് നടത്തുന്ന പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനം വിജയിപ്പിക്കാനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സെപ്റ്റംബറിലെ സമ്മേളനത്തിൽ സെമിനാറുകളും ഉമറ സമ്മേളനങ്ങളും ഗ്ലോബൽ KMCC സമ്മേളനങ്ങളും സംഘടിപ്പിക്കുമെന്ന് പാലക്കാട്ടെ മുസ്ലിം ലീഗ് നേതാക്കളായ മരക്കാർ
മാരായമംഗലം, അഡ്വക്കേറ്റ് TMS സിദ്ദിഖ്, PEA സലാം മാസ്റ്റർ എന്നിവർ ജിദ്ദയിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ TP ഷുഹൈബ്, ഹബീബുള്ള പട്ടാമ്പി, കുഞ്ഞു മുഹമ്മദ്, ഷഹീൻ തച്ചമ്പാറ, യൂസഫ് അലി തിരുവേഗപ്പുറ തുടങ്ങിയവർ പങ്കെടുത്തു. സൗദി സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലുലു ഹൈപ്പർ മാർക്കറ്റ് സംഘടിപ്പിക്കുന്ന ലുലു വാക്കത്തോൺ ഈ മാസം 15-ന് നടക്കും. രാവിലെ 7-ന് ന്യൂ ഖോബാർ കോർണിഷിൽ നിന്ന് ആരംഭിക്കുന്ന 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള വാക്കത്തോൺ സുസ്ഥിര ഭാവി എന്ന ആശയം ലക്ഷ്യമാക്കിയാണ് സംഘടിപ്പിക്കുന്നത്. വാക്കത്തോണിന് മനോഹരമായ ഷോ, അതിശയിപ്പിക്കുന്ന സ്വേ പോൾ ഡാൻസ്, ഉജ്ജ്വലവും പരമ്പരാഗത അറബിക് നൃത്തവുമായ ആർദ, രസകരമായ ടൂറിംഗ് ഷോ തുടങ്ങിയ നിരവധി ദൃശ്യവിരുന്നുകളും ഒരുക്കിയിട്ടുണ്ട്. പങ്കെടുക്കുന്നവർക്ക് iPhone 16 Pro Max അടക്കമുള്ള നിരവധി സമ്മാനങ്ങൾ നേടാനുള്ള അവസരവും പങ്കെടുക്കുന്നവർക്ക് മറ്റ് സമ്മാനങ്ങളും ഉണ്ടാകും. ഹാൻഡിക്രാഫ്റ്റ് സംരക്ഷിക്കുക എന്ന ആശയം കൈക്കൊണ്ടാണ് ഈ വർഷത്തെ വാക്കത്തോൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. 12,000-ൽ പരം വോക്കേഴ്സാണ് ഇതിനോടകം വാക്കത്തോണിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. താൽപ്പര്യമുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരവും ലുലു ഒരുക്കിയിട്ടുണ്ട്. പാരീസ് ഉടമ്പടിയിൽ ഇന്ത്യയും ഫ്രാൻസും ഉറച്ചു നിൽക്കും. ഫ്രാൻസിന്റെ സഹായത്തോടെ കൂടുതൽ ആണവ റിയാക്ടർ സ്ഥാപിക്കാനും ധാരണയായി. ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും പ്രാരംഭ കരാർ ഒപ്പിട്ടു. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോയി. പാരീസിൽ നടന്ന AI ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യ-ഫ്രാൻസ് ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയിലെത്തി. ഫ്രാൻസിൽ നിന്ന് ചെറിയ ആണവ റിയാക്ടറുകളും ആധുനിക റിയാക്ടറുകളും ഇന്ത്യ വാങ്ങും. മഹാരാഷ്ട്രയിലെ ജയ്താപൂരിൽ ഫ്രാൻസ് സ്ഥാപിക്കുന്ന ആണവ റിയാക്ടറുകൾക്ക് പുറമെയാണിത്. ജെറ്റ് എഞ്ചിനുകൾ, ഹെലികോപ്റ്റർ എഞ്ചിനുകൾ, മിസൈലുകൾ എന്നിവ ഫ്രാൻസിൽ നിന്ന് വാങ്ങാനും ധാരണയായി. ഇന്ത്യയിലെ പിനാക റോക്കറ്റ് ലോഞ്ചർ സംവിധാനം വാങ്ങുന്നത് പരിശോധിക്കാൻ ഫ്രഞ്ച് സംഘത്തെ അയക്കാമെന്ന് മക്രോൺ അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനുള്ള പാരീസ് ഉടമ്പടിയിൽ ഇന്ത്യയും ഫ്രാൻസും ഉറച്ചു നിൽക്കാനും ധാരണയിലായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉടമ്പടിയിൽ നിന്ന് പിൻവാങ്ങിയ സാഹചര്യത്തിൽ ഈ പ്രഖ്യാപനം ശ്രദ്ധേയമായി. മാർസയിലെ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ വംശജർ വൻ സ്വീകരണമാണ് നൽകിയത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. മനുഷ്യമൃഗ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന് 50 ലക്ഷം രൂപ അനുവദിച്ച് ദുരന്ത നിവാരണ വകുപ്പ്. ജില്ലാ കളക്ടർക്ക് പണം കൈമാറും. വനാതിർത്തി പ്രദേശങ്ങളിലെ അടിക്കാട് വെട്ടാനും ഈ പണം ഉപയോഗിക്കാം. വയനാട്ടിലുണ്ടായിട്ടുള്ള വന്യജീവി ആക്രമണങ്ങൾ ഉൾപ്പെടെ തടയുന്നതിന് വേണ്ടിയാണ് ദുരന്ത നിവാരണ വകുപ്പ് പണം അനുവദിച്ചിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള ലഘൂകരണ പ്രവർത്തനങ്ങൾക്കും അടിക്കാട് വെട്ടി വന്യജീവികൾ പുറത്തേക്ക് വരുന്നത് തടയുന്നതടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിക്കാം. ഈ പണം ഉപയോഗിക്കാമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ജില്ലാ കളക്ടർക്ക് പണം കൈമാറും. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് മേപ്പാടി അട്ടമലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി യുവാവ് ബാലന്റെ മൃതദേഹം സംസ്കരിച്ചു. കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചതോടെയാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. വർദ്ധിച്ചുവരുന്ന വന്യജീവി ശല്യത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് വയനാട്ടിൽ നാളെ UDF ഹർത്താൽ ആചരിക്കും. 35 ദിവസത്തിനിടയിൽ വയനാട്ടിൽ മാത്രം പൊലിഞ്ഞത് 4 മനുഷ്യജീവനുകളാണ്. ഇന്ന് പുലർച്ചെയാണ് ബാലനെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആരിസം മലയാളം പ്ലാന്റേഷന്റെ തേയില എസ്റ്റേറ്റിനുള്ളിലെ വഴിയിലാണ് ബാലന്റെ മൃതദേഹം കണ്ടത്. ചൂരൽമലയിൽ നിന്നും രാത്രി വീട്ടിലേക്ക് പോയ ബാലനെ രാവിലെ ജോലിക്ക് കാണാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് വഴിയിൽ ആന ചവിട്ടി അരയ്ക്കപ്പെട്ട നിലയിൽ ബാലന്റെ മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. സ്ഥിരം വന്യജീവി ഭീഷണി നിലനിൽക്കുന്ന മേഖലയിൽ ഒരു ഇടപെടലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഒരു പ്രത്യേക രീതി വെച്ച് ഈ ബോഡി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിന്റെ സംസ്കാര നടപടികൾ കഴിഞ്ഞ ശേഷം അവർ പച്ചവെള്ളം പോലും കുടിക്കുള്ളൂ. അപ്പൊ മറ്റു കാര്യങ്ങൾ ഇത് അധികം വൈകുന്നത് ഒരു ശരിയായ രീതിയല്ല. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? മുണ്ടക്കൈ ദുരന്തത്തിനു ശേഷം അട്ടമല പള്ളിക്ക് സമീപത്തെ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലായിരുന്നു ബാലൻ അടക്കമുള്ള ആദിവാസി കുടുംബങ്ങൾ താമസിച്ചിരുന്നത്. അർഹമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ മൃതദേഹം മാറ്റാൻ അനുവദിച്ചില്ല. തുടർന്ന് DFO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറാൻ വനംവകുപ്പ് ഇന്ന് തന്നെ കൈമാറുന്നതായിരിക്കും. അടുത്ത് ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ട്രൈബൽ വകുപ്പിൽ നിന്നും പിന്നെ ധനസഹായം ഇന്ന് തന്നെ ആവശ്യമായ ധനസഹായം ഇന്ന് തന്നെ നൽകുന്നതായിരിക്കും. ബാക്കി 5 ലക്ഷം രൂപ
ഉടനെ തന്നെ കൊടുക്കാനുള്ള സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വന്യമൃഗ പ്രതിരോധ സംവിധാനങ്ങളിലെ സർക്കാർ അനാസ്ഥ ചൂണ്ടിക്കാട്ടി UDF നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അമൃത ന്യൂസ്, വയനാട്. കാട്ടാന ആക്രമണത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആന ചവിട്ടിക്കൊന്നവർ മാവോയിസ്റ്റുകളോ കാട്ടിൽ അതിക്രമിച്ചു കയറിയവരോ അല്ലെന്ന് പ്രതിപക്ഷ നേതാവ്. ഇക്കാര്യത്തിൽ മന്ത്രിയുടെ പരാമർശം തെറ്റാണ്. യോഗങ്ങൾ നടക്കുന്നതല്ലാതെ നടപടികൾ ഉണ്ടാകുന്നില്ല. ഉൾക്കാട്ടിൽ ആനകൾക്ക് ഭക്ഷണവും വെള്ളവും ഒരുക്കാൻ കഴിയണം. അപകട മേഖലകളിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ നിയോഗിക്കണമെന്നും VD സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ആന ചവിട്ടിക്കൊന്ന ആളുകളൊന്നും അതിക്രമിച്ച് കാടിനകത്തേക്ക് വെടിവെക്കാൻ പോയവരോ അല്ലെങ്കിൽ പോച്ചിങ് നടത്താൻ പോയവരോ വനവിഭവങ്ങൾ മോഷ്ടിക്കാൻ പോയ ആളുകളൊന്നുമല്ല, മാവോയിസ്റ്റുകളുമല്ല. സാധാരണക്കാരാണ്. അതിൻ്റെ വനത്തിലെ വിഭവങ്ങൾ കൊണ്ട് ജീവിക്കാൻ നിയമപരമായി അവകാശമുള്ള ആളുകളാണ്. ഇതെല്ലാ യോഗം നടക്കുന്നതല്ലാതെ ഈ റിസൾട്ട് ഉണ്ടാകുന്നില്ലല്ലോ, ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാകുന്നില്ലല്ലോ. ഏറ്റവും പ്രോൺ ഏരിയ ഉണ്ട് കേരളത്തിൽ, ഏറ്റവും അപകടം പിടിച്ച സ്ഥലം. ആ അപകടം പിടിച്ച സ്ഥലത്തെങ്കിലും ഒരു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ അവിടെ വെക്കണ്ടേ? അല്ലെങ്കിൽ ഈ ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ടേ? വെള്ളം ഒരുക്കി കൊടുക്കണ്ടേ? അപ്പോൾ ഇനി ചൂട് കൂടുമല്ലോ. അപ്പോൾ ചൂട് കൂടുമ്പോൾ കൂടുതൽ ആനകൾ ഇറങ്ങും. അപ്പോൾ കൂടുതൽ ആളുകൾ മരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. നിലമ്പൂർ പൂക്കോട്ടുപാടം ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കരടി കൂട്ടിലായി. തേൾപ്പാറ കൊമ്പൻകല്ല് ചിറമ്മൽ കുടുംബക്ഷേത്രാങ്കണത്തിൽ വനം വകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് കരടി അകപ്പെട്ടത്. കരടിയെ പിന്നീട് ഉൾക്കാട്ടിലേക്ക് തുറന്നുവിട്ടു. ബുധനാഴ്ച പുലർച്ചെയാണ് നിലമ്പൂരിൽ കരടി കൂട്ടിലകപ്പെട്ടത്. കവിളമുക്കട്ട, ഒളർവട്ടം, കൊമ്പങ്കല്ല്, TK കോളനി പ്രദേശങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായി കരടി ഭീതിയിലായിരുന്നു. റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച കർഷകരുടെ നിരവധി തേൻപെട്ടികളാണ് കരടി തകർക്കുകയും തേൻ ഭക്ഷിക്കുകയും ചെയ്തത്. കൂടാതെ വഴിയാത്രക്കാർക്കും കരടി ഭീഷണിയായി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കരടിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധത്തിലായിരുന്നു. തുടർന്ന് നിലമ്പൂർ സൗത്ത് DFO നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കരടിയെ കെടിവെച്ച് പിടികൂടാൻ അനുമതി നൽകുകയായിരുന്നു. എന്നാൽ കൂട് സ്ഥാപിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും കരടിയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ കരടി പ്രദേശത്തെ ക്ഷേത്രത്തിലെത്തി നെയ്യും എണ്ണയും ഭക്ഷിച്ച് മടങ്ങുക പതിവാക്കിയിരുന്നു. ഇതോടെ കരടിക്കായി അമ്പലമുറ്റത്തേക്ക് കെണി മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. പുലർച്ചെ കെണിയുടെ വാതിലടയുന്ന ശബ്ദം കേട്ട് അയൽവാസികൾ നോക്കിയപ്പോഴാണ് കരടി കൂട്ടിലകപ്പെട്ടത് കണ്ടത്. ഉടനെ വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു. ജീവന ഭീഷണിയായി മാറിയ കരടിയെ കെണിയിലാക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. ഏതായാലും തൽക്കാലം ജനങ്ങളുടെ ഒരു ഭീതി അകന്നു എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇനി അത് വേറെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇപ്പൊ താൽക്കാലികമായിട്ട് നമുക്കൊരു സമാധാനം ജനങ്ങൾക്ക്. പൂർണ്ണ ആരോഗ്യവാനായ കരടിയെ പിന്നീട് ഉൾക്കാട്ടിലേക്ക് തുറന്നുവിട്ടു. അമൃത ന്യൂസ്, മലപ്പുറം. കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവ് സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി. കിഫ്ബിയെ വരുമാനമുള്ളതാക്കി മാറ്റിയാൽ കേന്ദ്രത്തിന്റെ വാദങ്ങളെ മറികടക്കാമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. യൂസർ ഫീ വരുമാനത്തിൽ നിന്ന് തന്നെ കിഫ്ബി വായ്പ തിരിച്ചടയ്ക്കാമെന്നും ഇതിലൂടെ ബാധ്യത ഒഴിവാക്കാൻ കഴിയുമെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. കിഫ്ബി തറവാട് സ്വത്തല്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം യാഥാസ്ഥിതിക കാഴ്ചപ്പാടെന്നും ബജറ്റ് ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. കിഫ്ബിയുടെ ബാധ്യത പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നിലപാടിനെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോയതോടെയാണ് കിഫ്ബിയിൽ നിന്ന് തന്നെ വരുമാനമുണ്ടാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത്. കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ ശക്തമായ പ്രതിഷേധവും വിമർശനവുമാണ് സർക്കാരും പാർട്ടിയും നേരിടുന്നത്. ടോൾ പിരിവിൽ ധനമന്ത്രിയോ CPMോ ഇതുവരെ സ്ഥിരീകരണം വരുത്തിയിട്ടില്ല. എന്നാൽ നിയമസഭയിൽ ബജറ്റ് ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി ഇക്കാര്യം സ്ഥിരീകരിച്ച് വ്യക്തത വരുത്തുകയാണ്. വരുമാനമുണ്ടാക്കുന്ന കമ്പനിയായി കിഫ്ബിയെ മാറ്റിയാൽ കേന്ദ്രവാദങ്ങൾ മറികടക്കാനാകുമെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. യൂസർ ഫീ വരുമാനത്തിൽ നിന്ന് തന്നെ കിഫ്ബി വായ്പ തിരിച്ചടയ്ക്കാനാകുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ ആ യൂസർ ഫീയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ ലോണുകൾ തിരിച്ചടക്കുന്നതിനുള്ള സാധ്യത തെളിയും. അതുവഴി സർക്കാരിൽ നിന്നുള്ള ഗ്രാന്റ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനുമാവും. ടോളിനു പകരം മുഖ്യമന്ത്രി യൂസർ ഫീ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. കിഫ്ബിയുടെ വരവ് ചെലവ് കണക്കുകളും പദ്ധതി രേഖകളും സുതാര്യമാണ്. കിഫ്ബിക്ക് വേണ്ടി പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചുവെന്ന പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബി തറവാട് സ്വത്തല്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം യാഥാസ്ഥിതിക കാഴ്ചപ്പാടോടെയാണെന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളിലും പോലീസ് വീഴ്ചയിലും സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കേരളം ഗുണ്ടകളുടെ കയ്യിലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയത് ദൗർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുവെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പോലീസ് സേനയുടെ കാര്യക്ഷമമായ ഇടപെടലുകളെ പ്രശംസിക്കുകയും ചെയ്തു.
സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്നും പോലീസ് സംവിധാനങ്ങൾക്ക് ഗുരുതര വീഴ്ചയെന്നും കാട്ടി എൻ ഷംസുദ്ദീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയതും പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തിന് നേരെയുണ്ടായ പോലീസിന്റെ അതിക്രമവും ഉൾപ്പെടെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി. പോലീസിനുമേൽ ആഭ്യന്തര വകുപ്പിന് നിയന്ത്രണമില്ല എന്നും പ്രതിപക്ഷം ആരോപിച്ചു. പോലീസ് അഴിഞ്ഞാട്ടവും അതിക്രമവും നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ മാത്രം നടന്ന സംഭവങ്ങൾ മാത്രമേ സർ ഞാൻ ഈ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. പത്തനംതിട്ട സംഭവത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. പത്തനംതിട്ടയിൽ വിവാഹ പാർട്ടി അവര് സൽക്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വണ്ടി നിർത്തി അതിലൊരാളെ ഇറക്കുകയാണ്. ആ പ്രദേശത്ത് ഒരു പോലീസ് വണ്ടി ഓടി വരികയാണ്. പാഞ്ഞെത്തിയ പോലീസ് വണ്ടി ഒന്നും നോക്കാതെ ലക്കും ലഗാനില്ലാതെ തുരുതുരേ ഇവരെ അടിക്കുകയാണ്. എന്നിട്ട് പറയണ ആള് മാറിയാണ് ചെയ്തതെന്ന്. ഇങ്ങനെ ആള് മാറി അടിക്കുന്നവർ അത് ഗൗരവം കൂടുമല്ലോ സാർ. ഇത്ര വെളിവില്ലാത്തവരെ പോലീസിൽ എടുക്കാൻ പറ്റുമോ സാർ? അതേസമയം പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിച്ച മുഖ്യമന്ത്രി നെന്മാറയിലും പത്തനംതിട്ടയിലും ഉണ്ടായ സംഭവങ്ങൾ ദൗർഭാഗ്യകരമെന്ന് ചൂണ്ടിക്കാട്ടി. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുവെന്നും പറഞ്ഞു. ഒറ്റപ്പെട്ട സംഭവങ്ങളെ പൊതുവായ രീതിയിൽ ചിത്രീകരിക്കരുതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സേനയുടെ കാര്യക്ഷമമായ ഇടപെടലുകൾ അക്കമിട്ട് നിരത്തി. കൂടത്തായി കൊലപാതക പരമ്പരയും ഉത്രാവധ കേസും ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതും ഷാരോൺ കൊലപാതകവും എടുത്തു പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. ജനകീയ സേന എന്ന പേര് കേരള പോലീസ് അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രശംസിച്ചു. പോലീസിന്റെ ഭാഗത്ത് വന്ന വീഴ്ച എന്ന് പറയുന്നത് ഇത്തരമൊരു പരാതി കിട്ടിയപ്പോൾ ആ പരാതി അതീവ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യണമായിരുന്നു. അതിൻ്റെ മേലെയുള്ള നടപടി പോലീസ് സ്വീകരിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തുകയല്ലേ. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ വരുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അതിനെ അറിയാം. ശക്തമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചു വരികയാണ്. അതിന് അങ്ങേയറ്റം ശിക്ഷ ഉറപ്പാക്കാവുന്ന നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യും. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ് കേരളം ഗുണ്ടകളുടെ നാടായി മാറിയെന്ന് വിമർശിച്ചു. 2000-ഓളം ഗുണ്ടകൾ സംസ്ഥാനത്തുടനീളം സ്വൈരവിഹാരം നടത്തുകയാണെന്നും പോലീസും ഗുണ്ടകളും തമ്മിലെ നെക്സസ് വർദ്ധിക്കുകയാണെന്നും ആരോപിച്ചു. ഗുണ്ടകളുടെ വിഹാരരംഗമാണ് കേരളം. പോലീസിന്റെ റിപ്പോർട്ട് തന്നെ 2000-ത്തിലധികം ഗുണ്ടകൾ കേരളത്തിൽ സ്വൈരവിഹാരം നടത്തുന്നു എന്നാണ്. ഗുണ്ടകളുടെ ബർത്ത്ഡേ പാർട്ടികൾ നടക്കുകയാണ്. അവർ നടത്തുന്ന ബർത്ത്ഡേ പാർട്ടി, അവർ നടത്തുന്ന ഡ്രഗ് പാർട്ടി, അവർ നടത്തുന്ന DJ പാർട്ടി മുഖ്യ അതിഥികളായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നു എന്ന പരാതി. അതാണ് ഗുണ്ട പോലീസ് നെക്സസ് ഉണ്ടെന്ന് പറഞ്ഞ്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ പെരുമ്പുഴ പാതയോരത്ത് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത് പതിവാകുന്നു. ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് മൂക്കുപൊത്താതെ കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. കക്കൂസ് മാലിന്യമടക്കം ദിവസേന കൊണ്ടുവന്ന് തള്ളുന്ന സംഘങ്ങളും മേഖലയിൽ സജീവമാണ്. ക്യാമറകൾ സ്ഥാപിച്ചിട്ടും സാമൂഹ്യ വിരുദ്ധരെ പിടികൂടാനാകുന്നില്ലെന്ന് നാട്ടുകാരും പറയുന്നു. അമൃത ന്യൂസ് സ്പെഷ്യൽ. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ ആറാങ്കല്ലിനും കാഞ്ഞാണിക്കുമിടയിൽ പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന പ്രദേശമാണ് പെരുമ്പുഴ. പ്രകൃതി രമണീയമായ ഈ കോൾ മേഖലയ്ക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ഓട്ടോയിലും കാറിലും മറ്റു വാഹനങ്ങളിലുമായി ഭക്ഷണത്തിന്റെ വേസ്റ്റ്, വീട്ടിലെ ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്നുവേണ്ട എല്ലാവിധ മാലിന്യങ്ങളും ആളുകൾ ഇവിടെ പാതയോരത്ത് കവറുകളിലാക്കിയും അല്ലാതെയും വലിച്ചെറിയുകയാണ്. ഇവിടെ പലരും വേസ്റ്റുകൾ കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടിരുന്ന കണ്ടിട്ടുണ്ട്. ഇവിടെ ഇത് പാടില്ല. ഇവിടെ ഈ സാധനം കൊണ്ടിടാനും അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ വെള്ളം കിട്ടണമെങ്കിൽ ഞങ്ങളൊക്കെ ഇതിന് മുകളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതൊന്നും ഇവർ കാണുന്നില്ല. ഒന്നാമത്തെ പാലത്തിന് താഴെയുള്ള ചാലിൽ മാലിന്യങ്ങൾ വന്നു നിറയുകയാണ്. വാഹനങ്ങളിൽ നിന്ന് വലിച്ചെറിയുന്നവയാണിത്. ഇവ മണലൂർ താഴം പടവിലേക്കാണ് ഒഴുകിയെത്തുക. ഇതിനു സമീപം സ്ഥിരമായി കക്കൂസ് മാലിന്യം തള്ളുന്ന സംഘങ്ങളും സജീവമാണ്. ഈ പ്രദേശത്തു കൂടി സഞ്ചരിക്കുമ്പോൾ ദുർഗന്ധം രൂക്ഷമാണ്. പുലർച്ചെ 2 മണിയോടെ ചെറിയ ടാങ്കർ വാഹനങ്ങളിൽ കൊണ്ടുവന്നാണ് ഇവർ മാലിന്യം കോൾ മേഖലയിലേക്ക് ഒഴുക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. വേസ്റ്റ് ടാങ്ക് കൊണ്ട് തട്ടണം. കക്കൂസെന്ന് പറഞ്ഞാൽ മാലിന്യം കൊണ്ട് തട്ടണം. ഞങ്ങൾ രാത്രി വണ്ടി കൊണ്ട് പോകുമ്പോഴേക്ക് ഇവരെ കണ്ടു കഴിഞ്ഞ് ഇവർക്ക് ഉണ്ടായിച്ച കുറേ കൊല്ലങ്ങളായിട്ട് ഇറങ്ങണം. ഇത് പല പ്രാവശ്യം കാണാറുണ്ട്. പല പ്രാവശ്യം മേലധികാരികളോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവർ ഇതിന് നടപടി എടുക്കാമെന്ന് പറയാമെന്നല്ലാണ്ട് ഇവിടെ ക്യാമറ വെക്കാനൊക്കെ പറഞ്ഞു. ഈ ഭാഗത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്യാമറയിൽ ഒരു കേസും ഇവിടെ പിടിക്കുന്നില്ല.
ഇക്കാര്യത്തിൽ പോലീസിന്റെ ഇടപെടൽ കാര്യക്ഷമമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറയുടെ ചിത്രം ഒട്ടിച്ചു വെച്ച ആളുകളെ കബളിപ്പിക്കുന്ന ബോർഡുകൾ പാതയോരത്ത് 8 എണ്ണമുണ്ട്. രണ്ടാമത്തെ പാലത്തിന് സമീപമുള്ള 2 ക്യാമറകളിൽ ഒന്ന് ഒടിഞ്ഞു തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഈ ക്യാമറയിൽ മാലിന്യങ്ങൾ തള്ളുന്ന പ്രദേശത്തെ ദൃശ്യങ്ങൾ പതിയില്ല എന്നതാണ് ആളുകൾ ഭയമില്ലാതെ മാലിന്യം തള്ളാൻ കാരണമായി നാട്ടുകാർ പറയുന്നത്. എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം PC ചാക്കോ രാജിവെച്ചു. തോമസ് കെ തോമസ് സംസ്ഥാന അധ്യക്ഷനാകാനാണ് സാധ്യത. സംസ്ഥാന ഘടകത്തിൽ ഭൂരിപക്ഷ പിന്തുണ നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് PC ചാക്കോയുടെ രാജി. അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നാൽ സംസ്ഥാന ഘടകത്തിൽ പിളർപ്പുണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് PC ചാക്കോയുടെ പിന്മാറ്റം. ഏറെ നാളായി NCP സംസ്ഥാന ഘടകത്തിൽ നിലനിൽക്കുന്ന പഠനപ്പിണക്കങ്ങളും ചേരിപ്പോരുമാണ് പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയത്. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ ചുക്കാൻ പിടിച്ചത് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയായിരുന്നു. ഇതിനായി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് കത്തെഴുതുകയും നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. CPM-ലും മുന്നണിയിലും PC ചാക്കോ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയെങ്കിലും തോമസ് കെ തോമസിനോടുള്ള വിയോജിപ്പ് കാരണം മുഖ്യമന്ത്രി ആ നീക്കം തടയുകയായിരുന്നു. AK ശശീന്ദ്രൻ ഒരു ഭാഗത്തും PC ചാക്കോയും തോമസ് കെ തോമസും മറുഭാഗത്തുമായി NCPക്കുള്ളിൽ ചേരിപ്പോര് രൂക്ഷമാകുകയും പാർട്ടി യോഗങ്ങളിൽ അത് മറനീക്കി പുറത്തു വരികയും ചെയ്തു. മന്ത്രിയെ തീരുമാനിക്കാൻ പോലും സംസ്ഥാന അധ്യക്ഷന് കഴിയുന്നില്ല എന്നത് PC ചാക്കോയെയും പാർട്ടിയെയും 2 തട്ടിലാക്കി. PC ചാക്കോ വിളിച്ചു ചേർക്കുന്ന യോഗങ്ങളിൽ AK ശശീന്ദ്രൻ വിട്ടുനിൽക്കുകയും വിഭാഗീയത രൂക്ഷമാവുകയും ചെയ്തിരുന്നു. ഇതിനിടെ പാർട്ടി യോഗത്തിനിടെയുണ്ടായ ശബ്ദരേഖ പുറത്തുവന്നതും PC ചാക്കോയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. കഴിഞ്ഞ ആഴ്ച മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരു വിഭാഗം നേതാക്കൾ ഒരുമിച്ചുകൂടി PC ചാക്കോയ്ക്കെതിരെ ഒപ്പുശേഖരണം നടത്തിയിരുന്നു. ഇത് ശരത് പവാറിനെ കാണിച്ച സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് PC ചാക്കോയെ മാറ്റാനുള്ള തന്ത്രം AK ശശീന്ദ്രൻ പുറത്തെടുത്തു. തോമസ് കെ തോമസിനെ പാർട്ടി അധ്യക്ഷനാക്കാമെന്ന ഫോർമുല AK ശശീന്ദ്രൻ മുന്നോട്ട് വെച്ചത് അംഗീകരിക്കപ്പെട്ടു. ഇതോടെ PC ചാക്കോയുടെ ഒപ്പമുണ്ടായിരുന്ന തോമസ് കെ തോമസും മറുകണ്ഠം ചാടി. സംസ്ഥാന ഘടകത്തിൽ ഭൂരിപക്ഷ പിന്തുണ നഷ്ടമാകുമെന്ന് ഉറപ്പായതോടെയാണ് PC ചാക്കോ അധ്യക്ഷ പദവി ഒഴിയാൻ തയ്യാറായത്. പദവിയിൽ കടിച്ചു തൂങ്ങിയാൽ പാർട്ടിയിൽ പിളർപ്പുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് PC ചാക്കോ പിന്മാറുന്നത്. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന ഒറ്റ പദവിയിൽ PC ചാക്കോ തുടരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാതിവില തട്ടിപ്പ് കേസിൽ പദ്ധതിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും മുഖ്യപ്രതി അനന്തകൃഷ്ണനെന്ന് പ്രതി ആനന്ദകുമാർ. മുഴുവൻ സാമ്പത്തിക ഇടപാടും നടത്തിയത് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലൂടെയാണെന്നും ആനന്ദകുമാർ പറഞ്ഞു. മറ്റ് ഡയറക്ടർമാർക്കോ സായിഗ്രാമിനോ തട്ടിപ്പിനെക്കുറിച്ച് അറിയില്ലെന്നും ആനന്ദകുമാർ വിശദീകരിച്ചു. പദ്ധതിക്കായി വൻതുക പിരിച്ച സമയത്ത് NGO കോൺഫെഡറേഷനിൽ നിന്നും രാജിവെച്ചുവെന്നും രാജിക്കത്ത് ആരും സ്വീകരിക്കാതെ തിരിച്ചു തന്നുവെന്നും ആനന്ദകുമാർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. ജിദ്ദ തിരുവിതാംകൂർ അസോസിയേഷൻ വാർഷികം തിരുവുത്സവം 2025 എന്ന ശീർഷകത്തിൽ ജിദ്ദ അൽ ലയാലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ജിദ്ദയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 14 കൃത്യം 6 മണിക്ക് ആഘോഷ പരിപാടികൾ ആരംഭിക്കും. പ്രസിദ്ധ ഗായികമാരായ സജ്ലി സലീം എന്നിവരും വിവിധ അക്കാദമികളുടെ നൃത്തങ്ങളും ഉണ്ടായിരിക്കും. കൂടാതെ കാക്കരിശ്ശി നാടകം ഉൾപ്പെടെ നിരവധി കലാപരിപാടികൾ വാർഷികാഘോഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അലി തേക്കുതോട്, അനിൽ വിദ്യാധരൻ, നൌഷാദ് പന്മന, ദിലീപ് താമരക്കുളം, ഷിഹാബ് താമരക്കുളം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോട്ടയം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിൽ ക്രൂരമായ റാഗിംഗ് നടന്നെന്ന പരാതിയിൽ 5 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. 3 മാസമായി റാഗിംഗ് നടന്നിരുന്നതായി 6 വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കോളേജിൽ ലഭിച്ച പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി കോളേജ് അധികൃതർ അറിയിച്ചു. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 6 ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ക്രൂരമായ റാഗിങ്ങിന് ഇരകളായത്. നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ വെച്ച് 3-ാം വർഷ വിദ്യാർത്ഥികൾ ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും മുറിവുകളിൽ ലോഷൻ ഒഴിക്കുകയും സ്വകാര്യ ഭാഗത്ത് ഫിറ്റ്നസ് വർക്കൌട്ടിന് ഉപയോഗിക്കുന്ന ഡംബൽ കയറ്റി വയ്ക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് പരാതി. മദ്യം വാങ്ങുന്നതിനായി ജൂനിയർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങി ഹോസ്റ്റലിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ മദ്യപാനം നടത്തിയതായും പരാതിയുണ്ട്. കോളേജിൽ റാഗിംഗ് വിരുദ്ധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കുട്ടികൾ ആരും നേരിട്ട് പരാതികൾ നൽകിയിരുന്നില്ല എന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് പരാതിയുമായി കോളേജ് അധികൃതരെ സമീപിച്ചത്. ഈ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തി ഗാന്ധിനഗർ പോലീസിനും കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറുകയായിരുന്നു. അന്വേഷണ വിധേയമായി 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതായും കോളേജ് അധികൃതർ പറഞ്ഞു. ഇന്നലെ രാവിലെ ആ ക്ലാസ്സിലൊരു കുട്ടിയുടെ പേരന്റ് അച്ഛൻ ക്ലാസ് ടീച്ചറിനെ വിളിച്ചാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരു പ്രഥമദൃഷ്ട്യാ റാഗിങ്ങിൻ്റെ സംശയമുള്ളത് കൊണ്ട് അവരെഴുതി തന്ന കംപ്ലയിൻറ്റ് വെച്ച് പ്രിലിമിനറി എൻക്വയറി കോളേജ് ലെവലിൽ നടത്തി. ആ പരാതി ഗാന്ധിനഗർ SHOയ്ക്കും കോട്ടയം
SP-ക്കും ഫോർവേഡ് ചെയ്തിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്ത ശേഷം കുറ്റാരോപിതരായ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ ഇവരുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് തന്നെ പോലീസിന് ലഭിച്ചു. ഇതേ തുടർന്ന് 5 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം കോളേജിലെ അധ്യാപകൻ തന്നെ വാർഡനായുള്ള ഹോസ്റ്റലിൽ ക്രൂരമായ റാഗിംഗ് നടന്നുവെന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. റാഗിങ്ങിന് തടയിടാൻ വേണ്ട സംവിധാനങ്ങളെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴാണ് 3 മാസമായി റാഗിംഗ് നടന്നിരുന്നു എന്ന പരാതി ഉയർന്നിരിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. പ്രകൃതിയോടുള്ള സ്നേഹപൂർണമായ സമീപനം ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി. പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നാണ് പ്രകൃതി സ്നേഹമെന്നും അമ്മ പറഞ്ഞു. നാഗർകോവിൽ ഏറച്ചക്കുളം അമൃത സർവകലാശാലയിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. സൃഷ്ടിയുടെ ആരംഭം മുതലേ പ്രകൃതിയും ഈശ്വരനും നമ്മെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയതാണെന്നും അവയൊക്കെ വേണ്ടവിധം പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യൻ നേരിടുന്ന പല സങ്കീർണമായ പ്രശ്നങ്ങളും ഒഴിവാക്കാമായിരുന്നുവെന്ന് അമ്മ പറഞ്ഞു. അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ ഒരുക്കിയ പരിപാടിയിൽ വിശിഷ്ട വ്യക്തികൾ അമ്മയെ ആചാരപൂർവ്വം സ്വീകരിച്ചു. തുടർന്നായിരുന്നു അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം. ചടങ്ങിൽ അമൃതശ്രീ അംഗങ്ങൾക്കുള്ള വസ്ത്രവിതരണം നടത്തി. അമ്മയെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിലേക്ക് എത്തിയത്. ധ്യാനവും ഭജനയും കഴിഞ്ഞ് അമ്മ ഭക്തർക്ക് ദർശനം നൽകി. അന്നദാനം ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തർക്കായി ഒരുക്കിയിരുന്നത്. ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി ഈ മാസം 13, 14 തീയതികളിൽ മധുരൈ ബ്രഹ്മസ്ഥാന ക്ഷേത്ര വാർഷികത്തിൽ അമ്മ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, അമൃത TV. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കശ്മീരിനെതിരെ സമനില നേടിയതോടെയാണ് ടീമിന്റെ സെമി പ്രവേശനം. 1-ാം ഇന്നിംഗ്സിൽ നേടിയ 1 റൺസിന് ലീഡിലായിരുന്നു കേരളം സെമി ഉറപ്പിച്ചത്. സെമിയിൽ ഗുജറാത്താണ് എതിരാളികൾ. 399 റൺസ് പിന്തുടർന്ന കേരളം 6 വിക്കറ്റ് നഷ്ടത്തിൽ 295 റൺസ് നേടി. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറിയും 2-ാം ഇന്നിംഗ്സിൽ 44 റൺസും നേടിയ സൽമാൻ നിസാറാണ് മത്സരത്തിലെ താരം. നിതീഷ് മത്സരത്തിൽ ആകെ 10 വിക്കറ്റ് വീഴ്ത്തി. മുഹമ്മദ് അസ്റുദ്ദീന്റെ 2-ാം ഇന്നിംഗ്സിലെ അർദ്ധ സെഞ്ചുറിയും നിർണായകമായി. സമനില പോലും സെമിയിലേക്ക് വഴി തുറക്കുമെന്നിരിക്കെ കരുതലോടെയായിരുന്നു കേരള താരങ്ങൾ അവസാന ദിവസം ബാറ്റ് വീശിയത്. അക്ഷയ് ചന്ദ്രനും സച്ചിൻ ബേബിയും ചേർന്ന് വളരെ ശ്രദ്ധയോടെയാണ് ഇന്നിംഗ്സ് മുന്നോട്ട് നീക്കിയത്. 2018-19 സീസണിലാണ് കേരളം അവസാനമായി രഞ്ജി ട്രോഫി സെമി ഫൈനൽ കളിച്ചത്. അന്ന് സെമിയിൽ വിദർഭയോട് തോൽവി വഴങ്ങുകയായിരുന്നു. എന്നാൽ ഇത്തവണ കർണാടക, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബംഗാൾ തുടങ്ങിയ കരുത്തരായ ടീമുകളെ മറികടന്നാണ് കേരളം നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയത്. മുംബൈ, ബറോഡ തുടങ്ങിയ കരുത്തരെ തോൽപ്പിച്ചെത്തിയ കാശ്മീരിനെയാണ് ക്വാർട്ടറിൽ കേരളം മറികടന്നത്. മുംബൈ, വിദർഭ, ഗുജറാത്ത് ടീമുകൾ നേരത്തെ സെമിയിൽ കടന്നിരുന്നു. ഇത് 2-ാം തവണയാണ് കേരളം രഞ്ജി ട്രോഫിയുടെ സെമിയിലെത്തുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.